പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന വിഷയം വിശ്വാസം എന്ന സബ്ജക്റ്റാണ്. ഈ വിഷയത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം മുതൽ നമുക്ക് വിശുദ്ധ വചനത്തിലൂടെ വിശ്വാസത്തെ പറ്റിയുള്ള ഒരു തീർത്ഥയാത്ര നടത്താനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി പൂർവികന്മാരുടെ വിശ്വാസത്തെപ്പറ്റി പറയാം. വിശ്വാസം എന്നത് എന്താണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകരിക്കപ്പെട്ടതിന് അർഹരായത്. ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലമാണ് നമ്മൾ അറിയുന്നത്. വിശ്വാസം മൂലമാണ് ആബേൽ കായന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചത്. വിശ്വാസം മൂലമാണ് അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ നോഹ പെട്ടകം ഉണ്ടാക്കിയത് ദൈവം പറഞ്ഞതനുസരിച്ച്. ഇതേപ്പറ്റി ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോഹയുടെ ആ കാലത്ത് അവിടെ മഴ ഉണ്ടാകാനുള്ള, ഒരു പ്രളയം ഉണ്ടാകുവാനുള്ള യാതൊരു വക ഒരു സാധ്യതയും ഇല്ലായിരുന്നു. നോഹ പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നോഹയെ ഓരോരുത്തരെ വളരെയധികം അധിക്ഷേപിച്ചു. നോഹ, നീ എത്ര ബുദ്ധിശൂന്യനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അത്യധികം നോഹയെ അവര് അധിക്ഷേപിച്ചെങ്കിലും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ നോഹ ആ പേടകം ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കുകയും പിന്നീട് അവന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ തിരുവചനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസം മൂലമാണ് എബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചത്. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. അതിന്റെ ഫലമല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഈ ദൈവം രാജ്യത്തിൽ നമുക്ക് ജീവൻ ഉണ്ടായത് ഈ വിശ്വാസം മൂലമാണ്. അതുപോലെ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ എബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22:7-8 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇസഹാക്ക് തന്റെ പിതാവായ എബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ഇവിടെ നമ്മൾ കാണേണ്ടത് എബ്രാഹത്തിന്റെ തീവ്രമായ വിശ്വാസമാണ്. എബ്രാഹാം പറഞ്ഞത് ദൈവം തന്നെ അത് തരും. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. അവർ ബലിയർപ്പിക്കേണ്ട സ്ഥലത്ത് ചെന്നു. ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന്റെ മേൽ കിടത്തി, തീയും എടുത്തു. അത് കഴിഞ്ഞിട്ട് കത്തിയെടുത്ത് എബ്രഹാം ഇസഹാക്കിനെ വെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോൾ ദൈവം എബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ സംപ്രീതനായി തന്റെ ദൂതനെ അയച്ച് എബ്രാഹത്തോട് പറഞ്ഞു, കുറ്റിയിൽ കൈവയ്ക്കരുത്, ദൈവം നിന്നെ വിശ്വാസത്തിൽ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ തന്നെ എബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ഒരു കുഞ്ഞാടിനെ കണ്ടതും പിന്നീടത്തെ കാര്യം നമുക്കറിയാം, ആ കുഞ്ഞാടിനെയാണ് ബലി കഴിപ്പിച്ചതും. അതുപോലെ തന്നെയാണ് വിശ്വാസത്തോടെയാണ് ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലം വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണത്. വേശ്യയായ റഹാബ് വിശ്വാസ നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല. അതുപോലെയാണ് നമ്മളുടെ പൂർവികന്മാരായ പ്രവാചകന്മാർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സൈനികരെ അവർ കീഴ്പ്പെടുത്തി. ഇനി നമ്മൾ വരുമ്പോൾ വിശ്വാസത്തെ പറ്റി സെന്റ് മാത്യു എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ നിങ്ങൾക്ക് വേണ്ട.
നാളത്തേതിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ആകുലകൾ കൊണ്ടിട്ട് ഓരോ ദിവസത്തിനും അതിനു വേണ്ടിയുള്ള ക്ലേശം മതി. ഇനി നമുക്ക് രക്തസ്രാവക്കാരി സ്ത്രീയും സിനഗോഗ് അധികാരിയായ ജെയ്റോസിന്റെയും നമുക്ക് അവർക്ക് എന്ത് വിശ്വാസം എന്താണ് അവരിൽ കൂടി പ്രകടമായത് എന്ന് കാണാം. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങി പറഞ്ഞു, എന്റെ മോൾ അല്പം മുമ്പേ മരിച്ചുപോയി. നീ അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം അവിടേക്ക് പോയി. ഈ കാര്യം തന്നെ വിശുദ്ധ മർക്കോസ് ലീവ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഒരു സിനഗോഗ് അധികാരിയായ ജെയ്റോസ് വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് അവനോട് പറഞ്ഞു, എന്റെ മകൾ മരണാസന്നമായിരിക്കുന്നു. അപ്പോൾ നീ വന്ന് അവളെ സുഖപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വളരെയധികം ജനക്കൂട്ടത്തിലായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ അവിടെ ഒരു രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 12 വർഷമായി അവൾക്ക് രക്തസ്രാവത്തിൽ നിന്ന് പീഡിതയായ ആ സ്ത്രീ അവൾക്കുണ്ടായിരുന്ന സർവ്വതും കൊടുത്ത് പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും അവർക്കാർക്കും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ അവൾക്ക് ഇപ്രകാരം തോന്നി, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു വസ്ത്രത്തെ ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പൂർവാധികം ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവളുടെ മനസ്സിൽ അത്രയധികം വിശ്വാസമുണ്ടായി. അപ്പോൾ അവൾ ദൈവത്തിന്റെ യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു. യേശുവിന് അപ്പോൾ തന്നെ നമുക്കറിയാം, മനസ്സിലായി അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ചു എന്ന്. ഉടനെ അവൻ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ അവരുടെ ശിഷ്യന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നവരും പറഞ്ഞു, കർത്താവെ, ഇത്രയധികം തിക്കിലും തിരക്കിലും ആരാണ് നിന്നെ തൊട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന്. അപ്പോഴാണ് വളരെയധികം വിറച്ചുകൊണ്ട് ആ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. യേശു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിച്ചിരിക്കുന്നു. ആ സമയം തന്നെ അവളുടെ രക്തസ്രാവം അവളെ വിട്ടുപോയി എന്നാണ് നാം അറിയുന്നത്. അങ്ങനെ യേശു അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, വൈൽ ഹി വാസ് സ്റ്റിൽ സ്പീക്കിംഗ് there arrived those from the ruler's house who told him, your daughter is dead, why trouble the teacher further? നിങ്ങളുടെ മകൾ മരിച്ചുപോയി, എന്തിനാണ് യേശുവിനെ ഇനിയും നിങ്ങൾ വിഷമിപ്പിക്കുന്നത്? Jesus, overhearing the spoken message, said to the ruler of the synagogue, that is Jairus, have no fear, only believe. പ്രിയപ്പെട്ട ജനമേ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 10 വയസ്സിലാണ് ഈ കാര്യം പഠിച്ചതും അന്ന് തൊട്ട് എൻ്റെ ജീവിതം പേഴ്സണലായിട്ട് പറയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഹാവ് നോ ഫിയർ, ഒൺലി ബിലീവ് എന്ന യേശുവിൻ്റെ ഈ വചനമാണ്. പിന്നീട് അവർ ജെയ്റോസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും അവിടെ മരണം ഒരു മാസം പോലെ മരിച്ച ഒരു വീട് പോലെ ആയിരുന്നു. യേശു പറഞ്ഞു, മകൾ മരിച്ചിട്ടില്ല, എല്ലാവരുടെയും വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. യേശുവും യേശുവിന്റെ വളരെ അടുത്തുള്ള ശിഷ്യന്മാരോടും കൂടി അകത്ത് പോയി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം യേശുവിനെ വളരെയധികം അധിക്ഷേപിച്ചു. നീ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ യേശു പറഞ്ഞു, അവൾ ഉറങ്ങിക്കിടക്കുകയാണ്. അകത്ത് ചെന്ന് യേശു അവളെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ആ 12-കാരിയായ ബാലിക അവള് മരണത്തിൽ നിന്ന് ഏറ്റു. അവൾക്ക് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു എന്നാണ് നമ്മൾ സെന്റ് മാത്യുവിന്റെ മാർക്കിലും കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. അവർ ജനക്കൂട്ടത്തിൽ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് പ്രണമിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവന് തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, വിശ്വാസമില്ലാത്തതും വഴിപിടിച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? അവനെ എന്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ തൽക്ഷണം വിട്ടുപോയി. ബാലൻ സുഖം പ്രാപിച്ചു. പിന്നീട് യേശു തനിയിരുന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ പിശാചിനെ ബഹിഷ്കരിക്കാനായില്ല? നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നിങ്ങൾ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. മാത്യു 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും.
അതുപോലെ ഇനി വരുന്നത് മാത്യു 9:27 അന്ധർക്ക് കാഴ്ച നൽകുന്നു. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഉടനെ അവർ, എനിക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഉവ്വ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ കണ്ണിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തൽക്ഷണം തുറന്നു. ഇത് ആരും അറിയരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചെങ്കിലും അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. ഇവിടെയും കാണേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. ഈ 2 അന്ധന്മാരുടെ വിശ്വാസം. ദൈവം അവരോട് ചോദിച്ചു, യേശു, എനിക്ക് ഇത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ആ അന്ധന്മാർ പറഞ്ഞ എന്താണ്? ഉവ്വ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കാത്തത് ഒന്നുമില്ല. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് നമ്മൾ ഇതിൽ കൂടി പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. സീറോഫിനിഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. അവർ അവിടെ നിന്ന് ടയറിലേക്ക് പോയി ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോഫിനിഷ്യൻ വർഗത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവെ, അത് ശരിയാണ്. എങ്കിലും മേശയുടെ കീഴിൽ നിന്ന് മക്കളുടെ വായിൽ നിന്നും അവരുടെ പ്ലേറ്റുകളിൽ നിന്നും താഴെ വീഴുന്ന അപ്പക്കഷണങ്ങൾ കഴിച്ച് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഈ വാക്ക് പോലും നീ പോയിക്കൊള്ളുക. വിശ്വസിച്ച് നിന്റെ മോളെ, പിശാച് നിന്റെ മോളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവൾ കട്ടിൽ കെട്ടിക്കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. പിശാച് അവളെ വിട്ടുപോയിരുന്നു. അതുപോലെ തന്നെ മർക്കോസ് അധ്യായം 10:46 മുതൽ 52 ഉള്ള തിരുവചനങ്ങൾ. ബർത്തിയോമിസിന് കാഴ്ച നൽകുന്നു. അവൻ ശിഷ്യരോടും ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടു പോകുമ്പോൾ തിമേയോസിന്റെ പുത്രനായ ബർത്തമേയോസ് എന്ന ഒരു അന്ധയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശു ക്രിസ്തുവാണ് അതിലെ പോകുന്നതെന്ന് അവൻ അറിഞ്ഞപ്പോൾ, ദാവീദിന്റെ പുത്രനായ യേശുവെ, എന്നിൽ കനിയണമേ എന്ന ഉച്ചത്തിൽ അവൻ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ പലരും ആ യേശുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ അവനോട് നിശബ്ദമായി ഇരിക്കാൻ ശകാരിച്ചു. ഇത് കേട്ടപ്പോൾ അവൻ ഒന്നുകൂടി ഉച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവെ, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ യേശുവിന്റെ അരികിൽ വിളിച്ചു. അപ്പോൾ തന്നെ അവന്റെ പുറം കുപ്പായവും വലിച്ചെറിഞ്ഞിട്ട് കുതിച്ചു ചാടിയാണ് യേശുവിന്റെ അടുത്തേക്ക് ചെന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു അവനോട് ചോദിച്ചു. ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീ പോയി കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഇനി നമ്മൾ 11-ാം അധ്യായം 20 മുതൽ 24 വരെ കാണുന്നത് വിശ്വാസത്തിന്റെ ശക്തിയെ പറ്റിയാണ്. അവർ രാവിലെ അത്തിമരത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ അത് മുഴുവൻ ഉണങ്ങിപ്പോയതായി കണ്ടു. അപ്പോൾ പത്രോസ് അവനെ ഓർപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവദിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് അവന് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ശിഷ്യഗുണത്തിന് പ്രേഷിത ദൗത്യം. അധ്യായം 16.
പിന്നീട് അവർ 11 പേരും ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഉയർപ്പിന് ശേഷം തന്നെ കണ്ടിട്ടും വിശ്വസിക്കാത്തത് മൂലം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവെൽക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇനി നമ്മൾ പോകുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്കാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അധ്യായം 5, 12 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധനാകാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. ഇതിൽ നിന്നും നമ്മൾ കാണുന്നത് ആ കുഷ്ഠരോഗിയുടെ അചഞ്ചലമായ അടിയുറച്ച വിശ്വാസമാണ്. 5-ാം അധ്യായം 17 മുതൽ 17 വരെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ അത്യധികം ജനമുണ്ടായിരുന്നത് കൊണ്ട് ആ ഗ്രാമത്തിൽ ഒരു തളർവാദ രോഗി ഉണ്ടായിരുന്നു. അവിടെ അവന്റെ കൂട്ടത്തിലുള്ളവർ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഈ തളർവാദ രോഗിയെ യേശുനാഥന്റെ അടുത്ത് കൊണ്ടുവന്നാൽ അവൻ രക്ഷപ്പെടുമെന്ന്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ആ തളർവാദ രോഗിയെ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ യാതൊരു ഒരു വഴിയുമില്ലായിരുന്നു. എന്താണ് അവർ ചെയ്തത്? അവരെ ഓടിളക്കി മച്ചിൽ നിന്ന് അവനെ കട്ടിലിനോട് കൂടി യേശു ക്രിസ്തു ഇരുന്ന അതിന്റെ മുമ്പിലേക്ക് താഴ്ചയിറക്കി. അവരുടെ വിശ്വാസം കൊണ്ട് യേശു തന്നെ വിസ്മയിച്ചു പോയി. അവനോട് നിന്റെ കിടക്കയും എടുത്ത് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. 17-ാം അധ്യായം 11 തൊട്ട് 19 വരെ നമ്മൾ കാണുന്ന 10 കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്കുള്ള വഴിയിൽ സമരിയായിക്കും ഗലീലായിക്കും ഇടയ്ക്ക് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ 10 കുഷ്ഠരോഗികൾ അവനെ കണ്ട് അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരുവേ, ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ 10 പേരും സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ സുഖപ്പെട്ടു എന്നറിഞ്ഞ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയില്ലല്ലോ. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്ക് 7:1 മുതൽ 9 വരെ ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. ഇതിലും അധികം ഒരു വിശ്വാസത്തിന്റെ ഒരു ശക്തി നമ്മൾ എങ്ങും കാണാനില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ കാലം മുതൽ എന്നും നമ്മളെ വിശുദ്ധ കുർബാനയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാവിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ പ്രിയങ്കരനായ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന നിലയിലായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ യേശുവിന്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ അവന് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അവൻ നമ്മളെ ജനത്തെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് നിർമ്മിച്ച് പണി തരികയും ചെയ്തു. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിനടുത്തായപ്പോൾ ആ ശതാധിപൻ അവന്റെ സ്നേഹിതന്മാരിൽ ചിലരെ അയച്ച് അവനോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടിപ്പെടേണ്ട. അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് ഒന്ന് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കാരണം എന്റെ കീഴിലും ഒത്തിരി അധികം ജവാന്മാരുണ്ട്, ഒത്തിരിയും ഭൃത്യന്മാരുണ്ട്. ഒരുവനോട് ഞാൻ പോകുക എന്ന് പറയുന്നു, അവൻ പോകുന്നു. ഒരുവനോട് ഞാൻ വരിക എന്ന് പറയുന്നു, അവൻ വരുന്നു. അതുപോലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇത് കേട്ട് യേശു അത്രയധികം വിസ്മയിച്ചു പോയി. കാരണം എന്നിട്ട് യേശുനാഥൻ അപ്പോൾ പറയുകയാണ് ചെയ്തത്, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ്
നമ്മൾ കാണുന്നത് അവർ തിരിച്ചെത്തിയപ്പോൾ ആ ശതാധിപന്റെ ഭൃത്യൻ പൂർവാധികം സുഖം പ്രാപിക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോർഡ് ഐ ആം നോട്ട് വർതി ടു റിസീവ് യു ഇൻ മൈ ഹോം ബട്ട് ഓൺലി സേ ദ വേർഡ് ആൻഡ് മൈ സോൾ ഷാൽ ബി ഹീൽഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാട്ട് പോലും ഉണ്ട്, ഒരു വാക്ക് മതി, ആപ്പോക്കിൽ ഒരു വാക്ക് മതി എന്നുള്ള ഒരു പാട്ട് പോലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് സെന്റ് ജോൺ യാക്കോസ്ലിഹായുടെ ലേഖനത്തിലാണ് 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കും, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 3:18. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. 6:35. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. 6:40. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. 11:25. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. യേശു മർത്തായോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 11:26. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇനി നമ്മൾ 20:29 തോമസ് സിയായുടെ സംശയത്തെ പറ്റിയാണ്. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജോൺ 70:46 അധികാരികളുടെ വിശ്വാസം. അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം, യേശുവിനെ എങ്ങനെയെങ്കിലും ബന്ധിക്കാൻ വേണ്ടി അധികാരികളെ യേശുവിന്റെ അടുത്തേക്ക് കുറച്ച് ആൾക്കാരെ വിട്ടു. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ യേശുവിന്റെ പ്രസംഗം കേട്ട് അവരെ ബന്ധിച്ചില്ല. യേശു ക്രിസ്തുവിനെ തിരികെ വന്ന് മറിച്ച് ഇപ്രകാരം അധികാരികളോട് അവർ പറഞ്ഞു, അവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. ഇനി 1 കൊറിന്ത്യസിലെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 2:5. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവത്തിന്റെ ശക്തിയിലായിരിക്കുക. 16:13. നിങ്ങൾ ജാഗരൂകരായിരിക്കും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കും. 2 കൊരിന്ത്യർ 5:7. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തെ പറ്റി ഇങ്ങനെ പ്രതിവചിക്കുന്നു. 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ടെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. 1:16-17. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങളിൽ നിന്നുമാണ് വരുന്നത്. 12:3. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രീതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലും മേന്മ ആരും ഭാവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. 15:13. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. യാക്കോബ് സ്ലീവായുടെ ലേഖനം 1:3-6 വരെ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ സ്ഥിരത ലഭിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യത്തിലും ചഞ്ചലനുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളിലുമാണ് നീതീകരിക്കപ്പെടുന്നത് നിങ്ങൾ അറിയുന്നു. ആത്മാവില്ലാത്ത ശരീരം
മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. വിശ്വാസവും ജ്ഞാനവും. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കും. 1 തിമോത്തിയോസ് 6 വിശ്വാസത്തോടുള്ള പോരാട്ടം, വിശ്വാസിയുടെ പോരാട്ടം. ദൈവിക മനുഷ്യരിൽ നിങ്ങൾ നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇനി 2 തിമോത്തിയോസ് 4 നീതിയുടെ കിരീടം 7 തൊട്ട് 8 വരെയുള്ളത്. അത് നമ്മുടെ മരണ ശുശ്രൂഷയിലെ ഉള്ളത് നമുക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ പറ്റി സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 2 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഇനി 6 തിരുവചനം. ആത്മീയ സമരം. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 എന്നെ ശക്തിയാക്കുന്നവനിൽ കൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അവസാനമായി നമുക്ക് നോക്കാം ദൈവഭക്തനുള്ള അനുഗ്രഹം. കർത്താവിനെ ഭയപ്പെടുകയും വിശ്വസിക്കുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പുച്ചെടി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം എത്രയും നീ ജെറൂസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.